വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ വികസന ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് ദർശനത്തെ ആധുനിക സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ച് വാഴക്കാടിനെ ഒരു സ്മാർട്ട് വില്ലേജാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭരണസമിതിയുടെ ഈ കന്നി ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, വ്യാപാര, വികസന, വിദ്യാഭ്യാസ, കലാകായിക കർമ്മരംഗത്ത് സംഭവിക്കാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റത്തിനായുള്ള പുതിയ കാൽവെപ്പ് കൂടിയാണ് ഈ ബജറ്റ്. പഞ്ചായത്തിന് പദ്ധതി വിഹിതമായി ലഭിക്കുന്ന ഫണ്ടുകൾക്ക് പുറമെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രാപ്തിയുള്ള പര്യാപ്തമായ മാർഗങ്ങൾക്ക് ഭരണസമിതി രൂപം നൽകുന്നുണ്ട്. ലഭ്യമായ വരുമാനത്തിന്റെ ഫലപ്രദവും സമയബന്ധിതവുമായ ഉപയോഗമാണ് ഒരു ഭരണസമിതിയുടെ ലക്ഷ്യമാവേണ്ടത്. വാർഷിക പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രൊജക്ടുകൾക്കായി നീക്കിവെക്കുന്ന തുക യഥാസമയം ചെലവഴിക്കാൻ സാധിക്കാത്ത കാരണത്താൽ പ്രതികരണമാണ് സ്ത്രീകൾക്കിടയിൽ ആ യോഗ പരിശീലന പരിപാടിക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ബജറ്റിലും അതിനു വേണ്ടിയിട്ടുള്ള തുക നീക്കിവെക്കുന്നുണ്ട്. നമ്മുടെ യുവതലമുറയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ വിപുലമായ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കും. പ്രാദേശികമായ തൊഴിൽ സാധ്യതകൾക്കൊപ്പം തന്നെ വലിയ കമ്പനികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ ഇതിന്റെ ഭാഗമായി നടക്കും. ടൂറിസം വികസനം, സാമ്പത്തിക ഉന്നമനം, പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹീതമായ വാഴക്കാടിന്റെ ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ ബജറ്റിൽ പദ്ധതികളുണ്ട്. ടൂറിസം വികസനത്തിലൂടെ പ്രാദേശിക സാമ്പത്തിക അഭിവൃദ്ധി കൂടി ഈ ഭരണസമിതി ലക്ഷ്യമെക്കുകയാണ്. ചാലിയാർപ്പുഴയുടെ തീരദേശത്ത് നിരവധി ടൂറിസം പദ്ധതികൾ സ്വകാര്യ പങ്കാളിത്തം കൂടി സാധ്യമാക്കി ആരംഭിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മൺസൂൺ ടൂറിസം ഫെസ്റ്റാണ്. 2026 ജൂൺ മുതൽ നവംബർ മാസങ്ങളിലായി മൺസൂൺ ടൂറിസം ഫെസ്റ്റ് നടത്തും. സീസണുകൾ ക്രമീകരിച്ച് വിനോദസഞ്ചാരികൾക്ക് ഹരം പകരാൻ ഉതകുന്ന മഴ നടത്തം, മലകയറ്റം, ജലോത്സവം, ആയുർവേദ ടൂറിസം, മീൻകൊഴുത്ത്, മഡ് ഫുട്ബോൾ, പാചക ടൂറിസം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. വാഴക്കാടിന്റെ ചരിത്ര ശേഷിപ്പുകൾക്ക് പ്രാമുഖ്യം നൽകി മത ആത്മീയ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൂടി ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി ഒരുക്കാൻ ഈ ഭരണസമിതി മുന്നോട്ട് വരും.